ഞാനിവിടെ അദ്ദേഹത്തിന് 25,000 രൂപ സാലറി ഉണ്ട് എന്നങ്ങട് വെറുതെ ചുമ്മാ ഒന്ന് ഫിക്സ് ചെയ്യണം. എങ്ങനെയാണ് 25,000 രൂപ വരുമാനമുള്ള ഒരാൾക്കും ഇതേപോലെ സമ്പന്നാവാൻ പറ്റണത്? ഓക്കെ, നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മളതിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും 25,000 രൂപ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? കൂടുതലൊന്നുമില്ല, 25,000 രൂപ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ 25,000 രൂപ ഉപയോഗിച്ച് എങ്ങനെയാണ് ധനത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് സമ്പന്നനാവണം? അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ള പണം പണമായിട്ട് സൂക്ഷിച്ചാൽ അത് നമ്മുടേതല്ല. നമ്മൾ നമ്മളുടെ ഏൺ ചെയ്ത പണം സ്വന്തമാക്കണമെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവും. അല്ലാത്ത പണോ ആർക്കോ എന്തിനോ വേണ്ടി ചെലവാക്കാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് പണം. അതേസമയം നമ്മൾ ഏൺ ചെയ്ത പണം ഇൻവെസ്റ്റ് ചെയ്താലേ അത് സ്വന്തമാകൂ, നമ്മുടേതാകൂ. അപ്പൊ അതിന് നമ്മൾ മണി തിയറി പഠിച്ചിരുന്നു. മേക്ക് മണി അല്ലെ, പൈസ നമ്മൾ ഏൺ ചെയ്യുന്നു, അത് ചെലവാക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വേണം ചെലവാക്കാൻ. ഓക്കെ, അപ്പൊ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തൊന്നും കിട്ടില്ല, നമുക്ക് തന്നെ അറിയാം അല്ലെ? അപ്പൊ അതിൽ പറയണത് ഇത്രയും നാളത്തെ നിങ്ങളുടെ പല തരത്തിലുള്ള പല ഏണിങ്സുകൾ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സ്വർണത്തിന് ഇപ്പൊ 1,00,000 അടുത്തായി. നിങ്ങളുടെ കയ്യിൽ 10 പവൻ സ്വർണം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 10 പവൻ സ്വർണം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് വിൽക്കുന്നു, അത് നേരെ കൊണ്ടുവന്ന് നമ്മളെ ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നോക്കാം. അപ്പൊ ഇവിടെ ഓൾറെഡി 25,000 രൂപ വരവുണ്ട്, 25,000 രൂപ ചെലവുണ്ട്. ഇതാണിപ്പോ കോമൺ ആയിട്ട് എല്ലാവരെയും പ്രശ്നം. അല്ലെങ്കിൽ 1,00,000 വരവുണ്ടെങ്കിൽ 1,00,000 ചെലവുണ്ട്. വാട്ടെവർ, ഞാൻ കണക്കിന് വേണ്ടി ചുരുങ്ങിയ ഒരു ഫിഗർ എടുക്കുകയാണ്, 25,000 രൂപ. അപ്പൊ ഈ 25,000 രൂപ വരവുണ്ട്, 25,000 രൂപ ചെലവുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പറയണത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഷെഫീഖ് ഭായ് 10 ലക്ഷം രൂപ എങ്ങനെയോ കണ്ടെത്തുന്നു. ഇത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഇത് എല്ലാവരും വേണമെന്ന് എഴുതി വെച്ചോട്ടോ. കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഹൗ ടു മണി തിയറി, ഹൗ ടു മൾട്ടിപ്ലൈ മണി. അപ്പൊ ഇവിടെ 10 ലക്ഷം രൂപ ഏതെങ്കിലും സോഴ്സിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഏവറേജ് 2.5% വെച്ച് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 ലക്ഷം രൂപയുടെ 2.5% എത്രയും? 25,000. ഓക്കെ, അപ്പൊ ചെലവാക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ കുറെ പേര് നമ്മുടെ റിസോർട്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം റെഗുലർ ആയിട്ട് ഏകദേശം ഏപ്രിലോട് കൂടെ തന്നെ എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള റെന്റ് വന്നു തുടങ്ങും. ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ അഡ്വാൻസ് എമൗണ്ടുകൾ കൊടുക്കാൻ വേണ്ടി പോകണം. പക്ഷേ ആവറേജ് ഈ ഒരു എമൗണ്ടിന് മുകളിലുള്ള ഒരു എമൗണ്ട് എന്തായാലും അവർക്ക് കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അടുത്ത ഏപ്രിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ആരോടെ ഉണ്ട്? ഒന്ന് കൈവയ്ക്കുക. 10 ലക്ഷം, അവരെ തന്നെ എക്സാമ്പിൾ എടുക്കാം. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന് കൈവയ്ക്കുക. 10 lakhs പോയാലും കുഴപ്പമില്ല. ജോസേട്ടൻ വേണ്ട, റാഫിയും വേണ്ട, ജിപ്സൺ ഉണ്ട് വേണ്ട, സുബൈർ. സുബൈർ മഞ്ചേരി, ഇത് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അതിന് മേലെ ഉണ്ട് തോന്നുന്നു. 10 ലക്ഷം എടുക്കുന്നു. ഇദ്ദേഹത്തിന് ഏപ്രിൽ മാസം 25,000 രൂപ കിട്ടി പ്രോഫിറ്റ് ആയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഓൾറെഡി 25,000 രൂപ ഏതോ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജസ്റ്റ് പെയ്ഡ് അല്ല കേട്ടോ, 25,000 രൂപ ഏതോ ജോലിയിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെലവാക്കി പോരുന്നത് ഇങ്ങനെയാണ്. കിട്ടുന്ന പൈസ നേരെ എന്ത് ചെയ്യും? മേക്ക് മണി, സ്പെൻഡ് മണി. 25,000 ഉണ്ടാക്കി, 25,000 ചെലവാക്കി. ഇങ്ങനെയാണ് നമ്മൾ പോണത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആവറേജ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ 25,000 കിട്ടുന്നു. ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോ 25,000 അദ്ദേഹത്തിന് കിട്ടി. എങ്കിൽ അദ്ദേഹം ഏൺ ചെയ്യുന്ന പൈസ എന്തിനുള്ളതാ?
ചോദ്യം മനസ്സിലായോ? ചെലവാക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടി. എങ്കിൽ അദ്ദേഹം എല്ലാ മാസവും അദ്ദേഹത്തിന് ശമ്പളം ഉണ്ട് 25,000 റുപ്യ. വിവേകേ, പിന്നെ 25,000 ആൾ എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 10 ലക്ഷം രൂപ സപ്പോസ് 10 ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 25,000 രൂപ അദ്ദേഹത്തിന് ചെലവിനായിട്ട് എടുക്കാം, ഫാമിലി കാര്യങ്ങൾ ബാക്കി എല്ലാത്തിനും. ബാക്കി 25,000 ഈ കടം തീർക്കാനായിട്ടും യൂസ് ചെയ്യുക. യെസ്. അപ്പൊ ഓൾറെഡി അദ്ദേഹം പറഞ്ഞു സ്വർണം വിറ്റ പൈസയാണ്. അപ്പൊ സ്വർണം വിറ്റിട്ട് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാ മാസം അതിൽ നിന്ന് 25,000 ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഏൺ ചെയ്യുന്ന പൈസ ബാലൻസിലേക്ക് വന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം ഇവിടെയാണ് ഇനി മേക്ക് മണി, ഇൻവെസ്റ്റ് മണി, സ്പെൻഡ് മണി. അപ്പൊ ഇനി നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം. 25,000 മേക്ക് മണി, 10 ലക്ഷം ഇൻവെസ്റ്റ് മണി, 25,000 സ്പെൻഡ് മണി. ഇതാണ് കണക്ക്. അപ്പൊ ഇവിടെ അടുത്ത 1 വർഷം നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സംഭവിക്കാൻ പോണത്, ഒരു വർഷം അദ്ദേഹത്തിന് 25,000 രൂപ വെച്ച് ശമ്പളം കിട്ടുമ്പോൾ 1 കൊല്ലം കൊണ്ട് അദ്ദേഹം ഏൺ ചെയ്യുന്ന പണം എത്ര? കുഞ്ഞോൾ, 25,000 രൂപ വെച്ച് കാൽക്കുലേറ്റർ ഒക്കെ ആയിട്ട് ഇരുന്നോട്ടാ. 25,000 രൂപ വെച്ചിട്ട് 1 കൊല്ലം ജോലി എടുത്തപ്പോ ടോട്ടൽ കിട്ടിയ വരുമാനം എത്ര? ചെലവാക്കിയില്ല. 3 ലക്ഷം രൂപ സാറേ. 3 ലക്ഷം രൂപ അല്ലെ? കാരണം എന്താ? കിട്ടിയ 25,000 രൂപ ചെലവാക്കില്ല. ചെലവ് എവിടെ നിന്ന് പോയി? ഇൻവെസ്റ്റ്മെന്റിന് കിട്ടിയ ലാഭം കൊണ്ട് ചെലവ് കടന്നുപോയി. അപ്പൊ എന്ത് പറ്റി? ആ ഏൺ ചെയ്ത പൈസ മൊത്തം കയ്യിലുണ്ട്, സേവ് ചെയ്തു. എത്രയുണ്ട്? 3 ലക്ഷം രൂപ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ആ 3 ലക്ഷം രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തപ്പോ എത്ര ക്യാപിറ്റൽ എമൗണ്ട്? ഇൻവെസ്റ്റ്മെന്റ് എത്രയായി? 13 ലക്ഷം രൂപ അല്ലെ? അപ്പൊ ആ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് പെയ്ഡിൽ റിസോർട്ടിലേക്ക് 10 ലക്ഷം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ കഴിഞ്ഞ കൊല്ലം ഏൺ ചെയ്ത 10 ലക്ഷം മുഴുവനായിട്ട് അവിടെ ഉണ്ട്. 3 ലക്ഷം അവിടെ ഉണ്ട്. ആ 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 13 ലക്ഷം. ഈ 13 ലക്ഷം രൂപയുടെ 2.5% എത്രയായി? 32,500 രൂപ അല്ലെ? ഈ 32,500 അദ്ദേഹത്തിന്റെ ചെലവ് എത്രയാണ്? 25,000. ബാക്കി എത്രയുണ്ട്? 7,500 രൂപ പെർ മന്ത് ബാലൻസ് വന്നു. അപ്പൊ 1 കൊല്ലത്തേക്ക് എത്ര ബാലൻസ് ആയി? 7,500 ഇൻറ്റു 12 എത്രയായി? 90,000 രൂപ. മാത്രമോ മാത്രമോ ഏൺ ചെയ്യുന്ന പൈസ എത്രയുണ്ട്? 25,000 രൂപ വെച്ച് 3 ലക്ഷം രൂപ. അപ്പൊ എന്ത് പറ്റി? നെക്സ്റ്റ് ഇയർ വന്നപ്പോ എന്തായി? ആ 3 ലക്ഷം അവിടെ വന്നു. ക്യാപിറ്റൽ എമൗണ്ട് 13 ലക്ഷം അവിടെ ഉണ്ട്. 90,000 രൂപ പ്രോഫിറ്റ് നിന്ന് കിട്ടിയിട്ടുള്ള 7,500 ഇൻറ്റു 12 90,000 കൂട്ടുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് 16,90,000. ഓക്കെ, അപ്പൊ എത്രയായി? നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുക 16,90,000. നെക്സ്റ്റ് ഇയർ ഇതിന് 2.5% മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ 42,250 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു. ഈ 42,250 ചെലവ് എത്രയുണ്ട്? 25,000. ബാലൻസ് എത്രയുണ്ട്? 17,250 രൂപ. ഇത് 1 കൊല്ലം കാൽക്കുലേറ്റ് ചെയ്ത് എത്രയായി? 17,250 ഇൻറ്റു 12 2,07,000 രൂപ. അപ്പോഴോ വീണ്ടും ഏൺ ചെയ്ത ശമ്പളം 3 ലക്ഷം. വീണ്ടും അതും ഇൻവെസ്റ്റ് ചെയ്തു. 16,90 ക്യാപിറ്റൽ എമൗണ്ട്. ഇത് 3 കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 21,97,000. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 54,925. 2.5%. ചെലവ് എത്രയുണ്ട്? 25,000. അപ്പൊ ഒന്ന് കുറച്ച് 29,925. 12 മാസം വീണ്ടും അത് ഒന്ന് കുടിച്ച് 12 ഈ എമൗണ്ട് ഒന്ന് കുറച്ച് 12 മാസം 3,59,100 വീണ്ടും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അതേസമയം
ആ കഴിഞ്ഞ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത ഏൺ ചെയ്ത 3 ലക്ഷം, ക്യാപിറ്റൽ എമൗണ്ട് 21,97,000. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 28,56,100 രൂപയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുക വലുതായി കഴിഞ്ഞു. ഇതിന്റെ 2.5% 71,402 രൂപ. ചെലവ് 25,000. ബാലൻസ് എത്രയുണ്ട്? 46,402. 46,402 പെർ മന്ത് ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 5,56,824. ഏൺ ചെയ്ത 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ക്യാപിറ്റൽ എമൗണ്ട് 28,56,100. ടോട്ടല് ഇൻവെസ്റ്റ്മെന്റ് തുക 37,12,924. ചെലവ് 25,000. അതിന്റെ പ്രോഫിറ്റ് 92,823, 2.5%. മൈനസ് 25,000 എത്രയായി? 67,823. 67,823 ഇൻറ്റു 12. 8,13,877. 8,13,877 പ്ലസ് ശമ്പള പൈസ 3 ലക്ഷം രൂപ. ക്യാപിറ്റൽ എമൗണ്ട് 37,12,924. മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുക 48,26,801. 2.5% പ്രോഫിറ്റ് 1,20,670. ചെലവ് 25,000. ബാലൻസ് എത്രയുണ്ട്? 95,670 ഇൻറ്റു 12. അതായത് 11,48,040 രൂപ. നമ്മുടെ സാലറി എമൗണ്ട് 3 ലക്ഷം, ക്യാപിറ്റൽ എമൗണ്ട് 48,26,801. ഇത് മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക 62,74,841. അതിന് 2.5% പ്രോഫിറ്റ് 1,56,871. നമ്മുടെ ചെലവ് 25,000. ബാലൻസ് എത്രയുണ്ട്? 1,31,871. 1,31,871 ഇൻറ്റു 12 എത്രയായി? 15,82,452 പ്ലസ് 3 ലക്ഷം രൂപ നമ്മുടെ സാലറി പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് തുക 62,74,841. ടോട്ടൽ 81,57,293 രൂപ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് തുക വർദ്ധിച്ചു കഴിഞ്ഞു. അതിന്റെ 2.5% പ്രോഫിറ്റ് 2,03,932. ചെലവ് 25,000. ബാക്കിയുള്ളത് 1,78,932 ഇൻറ്റു 12 എത്രയും? 21,47,188. സാലറി 3 ലക്ഷം. ക്യാപിറ്റൽ എമൗണ്ട് 81,57,293. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് തുക 1,06,04,481. വീണ്ടും ഇതിന്റെ പ്രോഫിറ്റ് ആയിട്ട് 2% കിട്ടുമ്പോൾ 3,44,645. ഇതിൽ നിന്ന് ചെലവ് തുക 25,000 കുറക്കുന്നു. ബാക്കി എത്രയുണ്ട്? 3,19,645. 3,19,645 ഇൻറ്റു 12 38,35,740. സാലറി കൂടിയിട്ടില്ല, 3 ലക്ഷം തന്നെ കൂട്ടിയിട്ടുള്ളൂ. പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് തുക ക്യാപിറ്റൽ എമൗണ്ട് 1,37,85,825. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് തുക 1,79,21,565. അതിന്റെ 2.5% 4,48,39. 25,000 രൂപ ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് 50,76,469 പ്ലസ് സാലറി 3 ലക്ഷം പ്ലസ് ക്യാപിറ്റൽ എമൗണ്ട് 1,79,21,565. ഇൻവെസ്റ്റ്മെന്റ് തുക 2,02,2.5% പ്രോഫിറ്റ് 5,82,450. ചെലവ് 25,000 ഇൻറ്റു 12 വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് 66,89,410. സാലറി 3 ലക്ഷം. ക്യാപിറ്റൽ എമൗണ്ട് 2,32,98,94. ടോട്ടൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുക 3,02,87,444. കൊല്ലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ കടന്നു പോകുന്നു അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും 14ാമത്തെ വർഷം
നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുക 3,93,73,677. പ്രോഫിറ്റ് 9,84,341. അവിടെ ചെലവ് 25,000 കുറക്കുമ്പോൾ ബാക്കി കിട്ടുന്നൊരു തുക 1,15,12,103. സാലറി വർധനം കൂട്ടിയിട്ടില്ല, 3 ലക്ഷം തന്നെ അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് തുക 3,93,73,677 കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5,11,85,780. പ്രോഫിറ്റ് 12,79,644. 15 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ 5 കോടി രൂപയായിട്ട് വർദ്ധിച്ച ഒരു കണക്കാണ് ഇവിടെ കാണുന്നത്. ഇത് ഓൾറെഡി നമ്മളെ ബാങ്കിൽ ഇടുകയാണെങ്കിലോ, ബാങ്കിലത്തെ ഒരു തുക 6.5 അല്ലേ. ഇവിടെ നമ്മൾ എത്രയുണ്ട്? അതിനേക്കാളും എത്രയോ മേലെ പോയി അല്ലെ. ഇവിടെ നമ്മൾ കണക്ക് കൂട്ടിയപ്പോ അതിന്റെ ഒരു 3 ടൈംസ് കൂട്ടിയപ്പോ തന്നെ പണത്തെ കറക്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെന്ത് പറ്റി? നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഒരു കോടീശ്വരനാവാൻ ഈ 10 ലക്ഷം രൂപ മതി അല്ലെ. ഈ 10 ലക്ഷം. അപ്പൊ ഇതിൽ ചിലർ ചിന്തിക്കും, വർഷങ്ങൾ കൂടുമ്പോ 25,000 രൂപ ചെലവ് മതിയോ? പോരാ. അപ്പൊ എന്തുണ്ട് അവിടെ? സാലറി ഇതല്ലല്ലോ. അപ്പൊ സാലറി വർധനവുണ്ടാവും, ചെലവും കൂടും. അത് അങ്ങോട്ട് ആഡ് ചെയ്ത് പൊക്കോട്ടെ അല്ലെ. നമ്മള് സാലറി ചിലപ്പോ 15 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ 50,000 1 ലക്ഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് ചെലവും കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 25,000 മാത്രം കണക്കൂട്ടി കഴിയുമ്പോൾ 5,11,85,780. അപ്പൊ ഇവിടെ എന്താ പഠിച്ചേ? ധനത്തെ പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക, സ്വന്തമാക്കുക. വെറും ഒരു 10 ലക്ഷം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം അല്ലെ. ഇതാണ് നമ്മുടെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളിൽ ഇപ്പൊ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇതിനെ ഡിവൈഡഡ് ബൈ 10 കൊണ്ട് കുറച്ചോ. 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാം? Into 2. 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് into 2. ക്ലിയർ ആവുന്നുണ്ടോ അല്ലെ? അപ്പൊ ഇവിടെ ആദ്യമൊക്കെ ഫസ്റ്റത്തെ കോട്ടേജിന്റെ ആ ഒരു പ്ലാൻ അനൗൺസ് ചെയ്തപ്പോ 45 ലക്ഷം രൂപയ്ക്ക് ബൈ 1 ഗെറ്റ് 1 സ്വന്തമാക്കിയിട്ടുള്ളവരുടെ ഏപ്രിലിൽ തുടങ്ങിയിട്ടുള്ള വരുമാനം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒറ്റക്കണക്ക് അല്ലെ. അവരിഞ്ഞ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം, ഒറ്റക്കണക്ക് അവസരങ്ങളെ ഉപയോഗിച്ചു. ഈ ഒരൊറ്റക്കാര്യം മാത്രം അവർ ചെയ്തുള്ളൂ അല്ലെ. അവസരത്തെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. കമ്പനി ഒരു പ്രൊജക്ട് പറഞ്ഞപ്പോ കണ്ണും പൂട്ടി അല്ലെ. കണ്ണും പൂട്ടി അവർ ചെയ്തപ്പോ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്കാണ് ഇനി നമ്മൾ പോണത്. അപ്പൊ അതിന്റെ ആരംഭമാണ് നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അടുത്ത ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ഇതിന്റെ പ്രോഫിറ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ പണമില്ല. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു? ആ പണം കയ്യിലില്ലാത്തവർക്ക് അതെങ്ങനെ അല്ലെ എത്രയും പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു ഇൻവെസ്റ്റർ ആവണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള പല രീതിയിലും നിങ്ങളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? അത് നമ്മൾ അത്രയും പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് നമ്മളിലേക്ക്